ഇപ്പം ഞാൻ എന്ത് ചെയ്താലും ഇപ്പം ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യുന്നപ്പോൾ ഷാഫിക്കയുടെ ഓർമ്മ ദിവസമാണെന്ന് ഞാൻ അതിട്ടപ്പോൾ അതിനിടയിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, കാശ് കൊടുക്കുക. ഒരാൾ മരിച്ച പോസ്റ്റ് ഇട്ടിട്ട് മരിച്ചതിൻ്റെ പോസ്റ്റിടുമ്പോൾ അതിനിടയിൽ പോലും ഇതറിയാം. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ആര് മരിച്ചാലും എന്ത് സംഭവിച്ചാലും സിനിമ മേഖലയിൽ ഏറ്റവും ആദ്യം പോസ്റ്റ് ഇടുന്ന ഞാനായിരിക്കും. ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ലാൽ സാറിൻ്റെ അമ്മ മരിച്ചിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടില്ല. കാര്യം അത്രയും വലിയൊരു മഹാനടൻ്റെ അമ്മ മരിച്ച പോസ്റ്റ് ഇടുമ്പോൾ അടിയിൽ ആ അമ്മയുടെ അടിയിൽ വന്നിട്ട് ചീത്തയാണല്ലോ, ഈ ഫോട്ടോയുടെ അടിയിൽ ചീത്തയാണല്ലോ പറയണം. അതുകൊണ്ട് ഞാൻ ആ ബഹുമാനം കൊണ്ട് ഞാൻ ആ അമ്മയുടെ പോസ്റ്റ് പോലും ഇട്ടില്ല. അതിന് മുമ്പ് ശ്രീനേട്ടൻ്റെ പോസ്റ്റ് എന്തൊരു തെറി അതിനിടയിലൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ അനുഭവിച്ചാലേ പഠിക്കുള്ളൂ. അതല്ലേ ഞാൻ ഹരീഷ് ആത്മഹത്യ ചെയ്ത ആളെ പറ്റി ആ പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് അതിനിടയിൽ അങ്ങനെ ഒരു കുറിപ്പിടണമെന്ന് തോന്നി. അതിൻ്റെ ഒരു വിഷമം എന്താണെന്ന് പുള്ളിയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. അനുഭവിച്ചാലേ ഇതൊക്കെ പഠിക്കുകയുള്ളൂ. എല്ലാവർക്കും പിടിച്ചിരിക്കാൻ പറ്റുന്നവരില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്ത് കളഞ്ഞത്. ഇപ്പം ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും അനുഭവിച്ച വേദന, ആ കുട്ടികൾ മോൻ ഏകദേശം ഡിപ്രഷൻ സൈഡിലോട്ട് വരെ പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പിള്ളേരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഹരീഷ് എന്ത് ചെയ്യുമായിരുന്നു?